അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വാക്യം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന വളരെ ചെറിയൊരു വാക്യം. എന്താണ് ആ വാക്യം? ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതുപോലെ അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള, ഒരുപക്ഷെ എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന, ധാരാളം പ്രാവശ്യം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു വാക്യമാണ്. അനേകരുടെയും ജീവിതത്തിൽ അവരടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ അവരവരുടെ ക്രിസ്തീയ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വാക്യത്തിലാണ്. ആകയാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുവാനില്ല എന്നുള്ള നിലയിലാണ് അതിനെ ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് പല സഭകളിലും, ഞാൻ അങ്ങനെ പുറത്ത് പല സഭകളിലും അല്ലെങ്കിൽ നമ്മൾ പണ്ടുണ്ടായിരുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലുമൊക്കെ ഈ ഒരു വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കാതെ പോവാറില്ല, തൊടാതെ പോവാറില്ല. പ്രാർത്ഥനയിലോ സ്തോത്രത്തിലോ അല്ലെങ്കിൽ പ്രസംഗത്തിലോ ഒക്കെ ഈ ഒരു വാക്യം എപ്പോഴും എല്ലാവരിലും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇത് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യത്തിന് ഒരല്പ വ്യത്യാസമുണ്ട്. അപ്പോൾ ചോദിക്കാം, അങ്ങനെ ബൈബിള് ഇംഗ്ലീഷും മലയാളവും ഒക്കെ വ്യത്യസ്തമാണോ? അതെങ്ങനെയാണ്? അപ്പോൾ പിന്നെ ഏതാണ് ശരി എന്നുള്ള ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പസ്തോലന്മാർ എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങളുടെ ഒറിജിനൽ പതിപ്പ് ഇന്ന് ഒരിടത്തും ഇല്ല, ലഭ്യമല്ല. 1-ാം നൂറ്റാണ്ടിൽ എഴുതിയതായ ഒരു പുസ്തകങ്ങളും നമുക്ക് ആ നിലയിൽ ലഭ്യമല്ല. 2000 വർഷങ്ങൾ കൊണ്ട് ഒരു പുസ്തകവും ഇരിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ അതിൻ്റെയൊക്കെ കൈയെഴുത്ത് പ്രതികളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതങ്ങനെ പകർത്തി എഴുതി അങ്ങനെ പോകും. അപ്പോൾ ബൈബിളൊക്കെ ക്രോഡീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സമയത്തൊക്കെ അതിനെ ആധാരമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒറിജിനൽ പൗലോസ് അപ്പോസ്തലനോ അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലനൊക്കെ എഴുതിയ ഒറിജിനൽ എഴുത്തിനെയല്ല, മറിച്ച് അവർ ഇന്ന് ലഭ്യമായിരുന്നതായിട്ടുള്ള കൈയെഴുത്ത് പ്രതികളെയാണ്. അങ്ങനെ പല കൈയെഴുത്ത് പ്രതികളും പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കൈയെഴുത്ത് പ്രതികൾ തമ്മിൽ ഒരല്പ വ്യത്യാസം, അതായത് 99.99% ഈ കൈയെഴുത്ത് പ്രതികൾ അന്യോന്യം ചേർന്ന് പോകുന്നതാണ്. എന്നാൽ അല്പ ചില വ്യത്യാസങ്ങൾ ഒരുപക്ഷെ ഈ പകർത്തി എഴുതിയപ്പോൾ വിട്ടുപോയതോ ഒക്കെ ആവാനായിട്ടാണ് സാധ്യത എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളം ബൈബിൾ തർജ്ജമ ചെയ്തിരിക്കുന്നത് അലക്സാണ്ട്രിയയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഒരു കൈയെഴുത്ത് പ്രതിയെ ആസ്പദമാക്കിയാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ ടെക്സ്റ്റസ് റിസപ്റ്റസ് എന്ന് പറയുന്നതായ ഒരു കൈയെഴുത്ത് പ്രതിയെ ആസ്പദമാക്കിയാണ്. അതുകൊണ്ടാണ് ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി അതിൻ്റെ ഒറിജിനൽ അപ്പസ്തോലന്മാർ എഴുതിയ പുസ്തകത്തോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നത് ഈ ഇംഗ്ലീഷ് ബൈബിൾ പരിഭാഷ, പ്രത്യേകിച്ച് KJV എന്ന് പറയുന്നതായിട്ടുള്ള ബൈബിൾ പരിഭാഷ ചെയ്യാൻ ഉപയോഗിച്ചതായിട്ടുള്ള കൈയെഴുത്ത് പ്രതിയാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ്. കാരണം ഈ വ്യത്യാസങ്ങളെ എടുത്ത് അപഗ്രഥിച്ചാൽ ദൈവവചനത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രമാണത്തോട് കൂടുതൽ ചേർന്ന് പോകുന്നത് ഈ പോയിൻ്റ് 1% വ്യത്യാസമാണെങ്കിൽ പോലും അതുപോലും കൂടുതൽ ചേർന്ന് പോകുന്നത് ഇംഗ്ലീഷ് തർജ്ജമകളാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കൊക്കെ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായ, വളരെ അപൂർവമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഈ കൈയെഴുത്ത് പ്രതികൾ തമ്മിലുള്ളൂ എന്ന് ഞാൻ ആമുഖമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വാക്യത്തെ ഇത്രയും ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു വാക്യം ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഞാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് വായിച്ചാൽ അതിൻ്റെ മലയാള തർജ്ജമ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അവിടെ ആ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് എന്നുള്ളതായ ആ ഒരു ഭാഗം മലയാള വിവർത്തനത്തിൽ ഇല്ല. എന്നാൽ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ അതുണ്ട്, KJV ബൈബിളിൽ അതുണ്ട്. അതുകൊണ്ട് ആ ഒരു തർജ്ജമയാണ് ഞാൻ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലൊരു വിശദീകരണമാണ് ക്രിസ്തുയേശുവിലുള്ളവർ ആരാണ് എന്ന് ഉള്ളൊരു വിശദീകരണമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ആ വ്യത്യാസമുള്ള ആ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. നമ്മൾ ക്രിസ്തുയേശുവിലുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ചിന്ത ഏതാണ്? രക്ഷിക്കപ്പെട്ടവർക്ക്, അല്ലേ? സ്നാനപ്പെട്ടവർക്കെന്നോ രക്ഷിക്കപ്പെട്ടവർക്കെന്നോ ഒക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തുയേശുവിനുള്ളവർ എന്നാണ് നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനെ അടിവരയിടുന്നതായ വാക്യങ്ങളാണ് പിന്നീട് താഴോട്ട് പറയുന്നത് എല്ലാം. അവിടെ ദൈവത്തിൻ്റെ മക്കൾ ആരാണ് എന്നുള്ളത് തുടർന്ന് അങ്ങോട്ട് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതും ഈ 1-ാമത്തെ വാക്യവുമായിട്ട് വളരെ ചേർന്ന് പോകുന്നതാണ്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത് ആ 1-ാം വാക്യത്തിലും വരുന്നു. ഈ 14-ാം വാക്യത്തിലേക്ക് വരുമ്പം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വാക്യങ്ങളെല്ലാം അത് ഈ വിഷയത്തെ ആധികാരികമായിട്ട് ഉറപ്പിക്കുന്നതായിട്ടുള്ള വാക്യമാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നതിനെ ഉറപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളാണ്. അവിടുന്ന് താഴേക്കുള്ള എല്ലാ വാക്യങ്ങളും എന്നുള്ളതും അവിടെ ശ്രദ്ധേയമാണ്. ശരി, അപ്പോൾ ഇവിടെ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിച്ചാൽ പുതിയ നിയമത്തിലെ എല്ലാ ധാർമ്മിക ഉപദേശങ്ങളും ഒറ്റ വാക്യത്തിൽ നമുക്ക് ക്രമീകരിക്കാം, ക്രോഡീകരിക്കാം. എന്താണ്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ലേഖനങ്ങളിലൂടെ അപ്പസ്തോലന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളെയും ഒറ്റ വാക്യത്തിൽ പറയാൻ പറഞ്ഞാൽ ഇതേ ഉള്ളൂ: ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അതിനുവേണ്ടി അതിൻ്റെ പല വിശദീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ലോകം, ജഡം, പിശാച്. മനുഷ്യനെ നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് പറയുമല്ലേ, ലോകം, ജഡം, പിശാച്. അപ്പോൾ ലോകം, ജഡം, പിശാച്, അതിനെ മൂന്നിനെയും വേർതിരിച്ച് അവിടെ പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് ഇതിനെ ജഡത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക എന്ന് ചോദിച്ചാൽ, ലോകം നമ്മളെ സ്വാധീനിക്കുന്നത് എന്തിലൂടെയാണ്? ലോകം നമ്മെ സ്വാധീനിക്കുന്നത് നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കേൾവി, നമ്മളുടെ ബുദ്ധി. ഇതെല്ലാം ജഡത്തിൻ്റെ ഭാഗമാണ്. ജഡമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹവും ദേഹിയും കൂടെ കൂടുന്നതാണ്. അപ്പോൾ ലോകം നമ്മെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് എന്തിലൂടെയാണ്? ജഡത്തിലൂടെയാണ്. ലോകം, ജഡം. ജഡത്തിനെക്കുറിച്ച് നമുക്ക് സംശയമില്ലല്ലോ. പിന്നെ പിശാച്. പിശാചിന് എന്താ ചെയ്യാൻ കഴിയുക? പിശാച് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? നമ്മളെ ബാധിക്കുമോ? പിശാചിന് നമ്മളെ ബാധിക്കാനായിട്ട് കഴിയുമോ? എന്തായാലും പിശാചിന് നമ്മുടെ പുറത്ത് നിൽക്കാനുള്ള അനുവാദമുള്ളൂ. പുറത്ത് നിന്നുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത്? നമ്മളെ മോഹിപ്പിക്കാനായിട്ട് ഒത്തിരി പൈശാചികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ചുറ്റും ഒരുക്കി വെച്ചിട്ടുണ്ട് ലോകത്തിൽ. പിശാചാണ് ഇങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതും വരുന്നത് എതിലെയാ? നമ്മുടെ കണ്ണുകളിലൂടെയും നമ്മുടെ ചെവിയിലൂടെയും നമ്മുടെ ബുദ്ധിയിലൂടെയും ഒക്കെയുമാണ് അത് വരുന്നത്. അപ്പം ലോകം, ജഡം, പിശാച് എന്നുള്ളതിനെ നാം ഒന്ന് വിശദീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയും ആത്യന്തികമായിട്ട് ജഡത്തിലൂടെയാണ് നമ്മളിലേക്ക് ഇത് പ്രവേശിക്കുന്നത്. ദൈവികമല്ലാത്ത, ആത്മീയമല്ലാത്ത കാര്യങ്ങളെല്ലാം ജഡത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് നമുക്കറിയാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഈ ലോകത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? കാഴ്ചയും കേൾവിയും ബുദ്ധിയുമില്ലാത്ത ഒരാൾക്ക് ജഡത്തിലൂടെ അല്ലാതെ ആത്മാവിനാൽ ലോകത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം പ്രിയമുള്ളവരെ,
പുതിയ നിയമ ഉപദേശങ്ങളെല്ലാം ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ അതിന് മറുവശം പറഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടക്കരുത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളിവിടെ ഈ ജഡത്തെ അനുസരിച്ച് നടക്കരുത് എന്നൊക്കെ നമ്മൾ ധാരാളം പറയാറുണ്ട്. എന്നാൽ എന്താണ് ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഈ ജഡത്തെ അനുസരിച്ച് നടക്കരുതെന്ന് പറയുമ്പോൾ അതൊരു പൊതുവായിട്ടുള്ള പ്രസ്താവനയാണ്. ആർക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ആർക്കും വളരെ ധൈര്യമായിട്ട് പറയാം, അല്ലേ? ജഡത്തെ അനുസരിച്ച് നടക്കരുത് എന്നുള്ള ഉപദേശം ഞാനിപ്പോൾ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖമുണ്ടോ? എന്നാൽ ഈ ജഡത്തെ അനുസരിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രായോഗിക ജീവിതത്തിൽ നാം നടക്കുന്ന ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാനുൾപ്പെടെ നമുക്കെല്ലാവർക്കും അത് ഭയങ്കര ഫീലിംഗ് ആവും. കാരണം നമ്മളിലെല്ലാവരിലും അങ്ങനെയുള്ള ചില വശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതുമാണ്, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതും നടക്കാതെ ഇരിക്കുന്നതുമാണ് ഒരു മനുഷ്യനെ ശിക്ഷാവധിയിൽ നിന്ന് അവനെ വിടുവിക്കുന്നതിൻ്റെ അടിസ്ഥാനമെങ്കിൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും നാം ജഡത്തെ അനുസരിച്ചാണോ ജീവിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് വചനം പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരാൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ മാത്രമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമാണ് അങ്ങനെയുള്ള ഒരാളുടെ ലക്ഷ്യം ആയിരിക്കേണ്ടത്. അല്ലാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ബൈബിളിൽ ദൈവമക്കൾക്ക് അനുവദനീയമല്ല. അത് നിയമത്തെ ലംഘിച്ച് ദൈവത്തോടുള്ള മത്സരമാണ്. ഈ ജഡത്തെ അനുസരിച്ചതാണ് ഏദനിൽ സംഭവിച്ചതായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ. അവിടെയും എന്താണ് സംഭവിച്ചത്? കാണുവാൻ നല്ലത് അതെവിടെയാ? എവിടുന്നാ അതുണ്ടായത്? കണ്ണുകൊണ്ടല്ലേ കണ്ടത്? കാണുവാൻ. അതുപോലെ തന്നെ ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം അതെവിടെയാ? അതവൻ്റെ ബുദ്ധിയിലാണ് അവനത് മനസ്സിലാക്കിയത്. അതും ബുദ്ധി എവിടെയാ? നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ തിന്മാൻ നല്ലത് അതെവിടെയാ? തിന്നുന്നതിന് മുമ്പ് എങ്ങനെ തിന്നാൻ നല്ലതാണെന്ന് മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും തിന്മാൻ നല്ലത് അതും ജഡമാണ്. യഥാർത്ഥത്തിൽ ജഡത്തിൻ്റെ വഴിക്ക് പുറമേ നിന്നുള്ള ഒരു ആകർഷണത്താൽ അല്ലെങ്കിൽ വശീകരണത്താൽ ആദം ഹവ്വമാർ വീണുപോയി എന്നുള്ളതാണ് മനുഷ്യൻ്റെ അധപതനത്തിന് കാരണം. ആദാം പാപമില്ലാത്തവനായിരുന്നു. എന്നാൽ ആദാം വീണു പോകാനുള്ള കാരണം, ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ടു പോകുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ജഡത്തിൽ വന്നതായിട്ടുള്ള പ്രലോഭനത്തിലൂടെയാണ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ, ദൈവസന്നിധിയിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകൾ, അവരെ ദൈവം നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലേ? നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ നീതിമാന്മാരാണ്. ആദം പാപമില്ലാത്തവനായിരുന്നു. നമ്മെ ദൈവം നീതിമാന്മാരായിട്ടങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദാം ജഡത്തെ അനുസരിച്ചു, ആദാം മരിച്ചു, അല്ലേ? അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞ് ആദാം മരിച്ചു. നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് പ്രഖ്യാപിച്ചതായിട്ടുള്ള നാം ജഡത്തെ അനുസരിക്കുന്നു. നമ്മെ അത് ബാധിക്കില്ലേ? ബാധിക്കുമോ ബാബുസോര? ബാധിക്കും. നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതായ, ക്രിസ്തുയേശുവിൽ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവർ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നല്ല. ഈ 8-ാമത്തെ വാക്യത്തിൽ നാം തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം, യാതൊരു സംശയവും വേണ്ടെന്നാണ് പറഞ്ഞത്. നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം, യാതൊരു സംശയവും വേണ്ട. ആദാം ജഡത്തെ അനുസരിച്ചപ്പോൾ മരിക്കുമെന്ന് ദൈവം ഏത് മുന്നറിയിപ്പാണോ കൊടുത്തത്, അതേ മുന്നറിയിപ്പാണ് പുതിയ നിയമ വിശ്വാസികൾക്ക്, റോമായിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കും നിശ്ചയം. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക്
ആത്മാവിനെയല്ല, ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവരെന്ന് പറയുന്നതും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് യാതൊരു വാക്തത്വവും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്, അല്ലേ? ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നു, അല്ലേ? ഗലാത്യയിൽ പൗലോസപ്പോസ്തലൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ പൗലോസപ്പോസ്തലൻ അവരോട് പറഞ്ഞു, ആരോട്? വിശ്വാസികളോട് പറഞ്ഞു, ഈ വക പ്രവർത്തിച്ചാൽ നിങ്ങളാരും ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. ഞാനത് നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എത്ര സ്പഷ്ടമാണ്! എത്ര വാക്യങ്ങൾ വേണം! ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, ആകയാൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിലുള്ളവർ എന്ന് പറഞ്ഞാൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാൻ താല്പര്യപ്പെടുന്നവർ എന്നാണോ പറഞ്ഞേ? അല്ലെങ്കിൽ നീ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ആളുകൾ എന്നുള്ള നിലയിലാണോ പറഞ്ഞേക്കണേ? അല്ല. ക്രിസ്തുവേശുവിന് ഒരാളുണ്ടെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ അവൻ ക്രൂശിച്ചവനാണെങ്കിൽ മാത്രമേ ക്രിസ്തുവേശുവിനുള്ളവർ എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. എത്ര വാക്യങ്ങൾ വേണം പ്രിയമുള്ളവരെ! ബൈബിളിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ജഡത്തെ അനുസരിച്ചപ്പോൾ ദൈവം മുന്നറിയിപ്പ് കൊടുത്തതിനെ അവഗണിച്ച് ആദാം മരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ഇന്ന് അതേ മുന്നറിയിപ്പാണ് ദൈവവചനത്തിൽ നമ്മുടെ മുമ്പാകെ ഉള്ളത്. നാം ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. ഇത് വിശ്വാസികളോട് പറയുന്നതായിട്ടുള്ള വാക്കല്ല. ഇത് പൊതുജനത്തോട് പ്രസംഗിക്കുന്നതായിട്ടുള്ള വാക്കല്ല. സ്നാനപ്പെട്ട് ദൈവസഭയിൽ അംഗമായി ആഴ്ചതോറും കൂട്ടായ്മ മീറ്റിംഗ് നടത്തുകയും അപ്പം നുറുക്കലിൽ പങ്കെടുക്കുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളോടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ശരി, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവോ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് ശരിക്കും നമ്മളുടെ ജീവിതത്തെ തൊടുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ ഇവിടെ ഇപ്പോൾ 40-50 പേരുണ്ടെങ്കിൽ 50 പേരുടെയും ജീവിതത്തെ ബാധിക്കുന്നതായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിവില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കും യാതൊരു വക ഒഴിവുമില്ല. അപ്പോൾ ഇത് എന്നെക്കുറിച്ച് ജോസഫ് പറഞ്ഞു എന്ന് ആരും പറയരുത് ദയവായിട്ട്. ഇത് എല്ലാവരെക്കുറിച്ചുമാണ്. അത് അച്ഛനെക്കുറിച്ചുമാണ്, എന്നെക്കുറിച്ചുമാണ്. അപ്പോൾ ഇനിയുള്ള കാര്യം ഒരുപക്ഷെ ആളുകൾ അങ്ങനെ വല്ലപ്പോഴുമൊക്കെ പറഞ്ഞു പോകും എന്നുള്ളതല്ലാതെ തുറന്ന് ഒരുപക്ഷെ പറയാൻ സാധ്യതയില്ലാത്തതായിട്ടുള്ള കാര്യമാണ്. കാരണം ആളുകൾക്ക് പിണക്കം വരും, ദേഷ്യം വരും, ആളുകൾ സഭ വിട്ടു പോകും, അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇന്ന്. എന്നെ കുത്തി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സഭയിലുണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളുകളല്ല നമ്മുടെ സഭയിലുള്ള ആളുകൾ എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ ധൈര്യമായിട്ടും പറയാം, ആ സ്വാതന്ത്ര്യത്തെ ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ശരി, നമുക്ക് നമ്മുടെ ബാബു സഹോദരനിൽ ആരംഭിക്കാം. ബാബു സഹോദരൻ്റെ വീട് പണിയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവരാണ്. ഒരു വീട് പണിയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് ഒരു വീട് പണിയുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതൊക്കെ. ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയാണ് ജഡപ്രകാരം വീട് പണിയുന്നത്, ആത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വീട് പണിയുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ വീട് ഈ പരിസരത്തുള്ള എല്ലാവരുടെ വീടിനേക്കാൾ വലുതായിരിക്കണം. ആര് കണ്ടാലും ഒന്ന് നോക്കണം. എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കണം. ആളുകളൊക്കെ വന്ന്, നമുക്കറിയാമല്ലോ, ഈ വീട് വെഞ്ചരിപ്പ് കത്തോലിക്കർക്ക് നമുക്ക് ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുമ്പം വീട്ടിലുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ആളുകൾക്കും അവരുടെ വീടൊക്കെ എല്ലാവരെയും വരുന്നവരൊക്കെ കൂട്ടിക്കൊണ്ടുപോയി മുകളിലത്തെ നിലയും താഴത്തെ നിലയും ഒക്കെ കാണിച്ച് ഒരു അഭിപ്രായമൊക്കെ ചോദിക്കും. കാരണം എന്താ? അവരത് പണിതപ്പോൾ എല്ലാവരേക്കാൾ മെച്ചമായിട്ടൊരു വലിയ വീട് പണിത്, ഒരു കൊട്ടാര സമാനമായൊരു വീട് പണിത് അതിൽ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അവരുടെ ആ ഒരു വലിയ ആഗ്രഹം എത്രത്തോളം വിജയിച്ചു
പിന്നെ പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളാരും കുറ്റമൊന്നും പറയാതെ നല്ലതായിരിക്കുന്നു സുഹൃത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അവർക്ക് സമാധാനം. വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഒരു 2 നില വീടുണ്ടാക്കിയ ഒരാൾ പോലും ഇന്ന് വരെ അത് നന്നായി സഹോദരൻ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ബാങ്കിലിരുന്ന് ഒത്തിരി ആളുകൾക്ക് ഞാൻ ലോൺ കൊടുത്തിട്ടുണ്ട്, 2 നിലയ്ക്കും 3 നിലയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പിന്നീട് വന്ന് പറഞ്ഞത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്നാണ്. ശരി, അത് ജഡികമാണ്. എന്നാൽ പ്രിയ ബാബു സഹോദരൻ ചെയ്തിരിക്കുന്നത് പോലെ ഒരു വീട് വേണം, സ്വസ്ഥമായി താമസിക്കാൻ ഒരു വീട് വേണം, ദൈവജനത്തിന് വരുവാനും ഒരു യോഗം നടത്താനുമുള്ള സൗകര്യങ്ങൾ അതിനകത്ത് വേണം, ആരെങ്കിലും ദൈവമക്കളെ സൽക്കരിക്കാനും അവരെ ഒരു കിടത്താനുമുള്ള ന്യായമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ വേണം എന്ന് തീരുമാനിച്ച് നമ്മൾ പണിയുമ്പോൾ അത് ആത്മീകമാണ്. അപ്പോൾ ഒരാൾ വീട് പണിയുമ്പോൾ ജഡികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയും പണിയാം, ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടിയും പണിയാം. ആത്മാവ് പറയോ ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് നീ ഉണ്ടാക്കി എല്ലാവരെയും കാണിച്ച് അതിൻ്റെ പ്രശസ്തിയും പേരും ഒക്കെ എടുക്കണമെന്ന് പറയുമോ? നമ്മുടെ ഈ വീട് നമ്മൾ പണിത് അല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ടും പറയാം, നമ്മുടെ വീട് പണിതിട്ട് 50-60 കൊല്ലമായതാണ്. ഈ 10-50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ഈ വീട് കാണാൻ വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ ബേബി സഹോദര? ശരിയാ. നമ്മുടെ അയൽവാസിയാണ് ബേബി സഹോദരൻ. ബേബി സഹോദരന് അതറിയാം. കാരണം ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വീട് ഈ പ്രദേശങ്ങളിലെങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മളുടെ പ്രൗഢി കാണിക്കാനായിട്ടൊരു വീടുണ്ടാക്കുന്നത് ജഡികമാണ്. എന്നാൽ നമ്മുടെ ആവശ്യത്തിനും ദൈവസഭയുടെ ആവശ്യത്തിനും ദൈവജനത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടി ന്യായമായ ഒരു വീടുണ്ടാക്കുന്നത് ആത്മീയമാണ്. പിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആരും ഉണ്ട്. നമ്മുടെ യുവാക്കന്മാരൊക്കെ അത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. വിവാഹം പിന്നെ ഇതിനകത്ത് വലിയൊരു വിഷയമാണ്. എന്താണ് വിവാഹം കഴിക്കാൻ പോകുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളിൽ, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളിൽ എന്താ നോക്കുന്നത്? കാണാൻ കൊള്ളാമോ നോക്കൂ അല്ലേ? കാണാൻ നല്ല സൗന്ദര്യമുണ്ടോ എന്ന് നോക്കും. പിന്നെ എന്താ നോക്കുക? എത്ര പോരും അല്ലേ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എത്ര പോരും എന്ന് നോക്കും. പിന്നെ എന്താ നോക്കുക? എവിടെയെങ്കിലും ജോലിക്ക് പറഞ്ഞു വിട്ടാൽ നല്ല ശമ്പളം കിട്ടുന്ന ഇതിനാവശ്യമായ വിദ്യാഭ്യാസമുണ്ടോ എന്ന് നോക്കും. ശരിയാണോ? പിന്നെന്താ നോക്കുക? നല്ല വലിയ കുടുംബ പശ്ചാത്തലം അല്ലേ? പാരമ്പര്യമായിട്ട് ഏതെങ്കിലും പ്രമുഖമായ കുടുംബത്തിലുള്ള ആളുകളാണോ എന്നുള്ളത് നോക്കും. പ്രിയമുള്ളവരെ, ഏത് വചനമാണ് ഈ കാര്യങ്ങൾ? ഇതെല്ലാം ജഡികമാണ്. ഒരിക്കൽ ഒരു സഭയിലെ മൂപ്പൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വിവാഹം ആലോചിച്ചപ്പോൾ പെൺകുട്ടി അങ്ങനെ ആത്മീക താല്പര്യമൊന്നും ഉള്ള ആളല്ല, തനി ജഡികമായി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് വേണോ സഹോദര എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ മൂപ്പനും കുടുംബമൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. കാരണം എന്താ? ഈ പറഞ്ഞ ബാക്കി 4 കാര്യങ്ങളും അല്ലെങ്കിൽ 3 കാര്യങ്ങളെങ്കിലും അവരിലുണ്ട്. അപ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ നമുക്കൊരു ജീവിത പങ്കാളിയെ വേണം എന്ന് ദൈവസന്നിധിയിൽ പറയുന്നതിന് പകരം നാം എന്തെല്ലാമാണ് നോക്കുന്നത്? നമ്മൾ നോക്കുന്നത് സൗന്ദര്യം, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം നോക്കണം കേട്ടോ. പക്ഷേ അത് ബാഹ്യമായി പോയാൽ പെട്ടു. സൗന്ദര്യം, ധനം, കുടുംബ മഹിമ, വിദ്യാഭ്യാസ യോഗ്യതകളും അതിനനുസരിച്ചുള്ള ജോലി, ഉയർന്ന കാര്യങ്ങളൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. അത് ജഡികമാണ്. എന്നാൽ ആന്തരികമായിട്ടുള്ള ഒരു സൗന്ദര്യം നോക്കാൻ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്താണ് ആന്തരികമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്? സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ. അപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പം ആ പെൺകുട്ടിയുടെ ഉള്ളിലെ ആ ഒരു മനുഷ്യനെ അല്ലെ, ആ ഗൂഢമനുഷ്യൻ പുറത്ത് കാണാൻ കഴിയില്ല. ഉള്ളിൽ ഇരിക്കുന്നതായ ആ മനുഷ്യനെ അത് ക്ഷയിക്കാത്ത ഭൂഷണം ഉള്ള, അല്ല ക്ഷണിക്കാത്ത അലങ്കാരമുള്ള ഒരു ആന്തരികമായ വ്യക്തി അവിടെ ഉണ്ടോ എന്നൊരു പുരുഷൻ അന്വേഷിക്കുന്നെങ്കിൽ ആ പുരുഷനാണ് ബുദ്ധിമാനായിരിക്കുന്ന ആൾ. ആരെങ്കിലും അന്വേഷിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊക്കെ വളരെ കുറവ്, അപൂർവമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, വളരെ കുറവാണ്.
അപ്പോൾ അങ്ങനെ ഒരു ആന്തരികമായിട്ടുള്ള സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റ് ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട്, അല്ല എങ്കിൽ പ്രസക്തമല്ല, പ്രാധാന്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ വിവാഹത്തോട്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വിവാഹത്തോട് എടുക്കുമ്പോൾ അത് ആത്മീകമാണ്. എന്നാൽ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ജഡികമാണ് വിവാഹം. പിന്നെ എന്താണ്, പല വിഷയങ്ങളുണ്ട്. സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭയങ്കര താല്പര്യം. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ബ്യൂട്ടി പാർലറുകളിൽ പോവുക, അല്ലേ? പിന്നെ കുറേ ആളുകൾ സൗന്ദര്യം കളയാതിരിക്കാനായിട്ട് ജോലിയൊന്നും ചെയ്യാതെ പരമാവധി ഇരിക്കുക. ജോലി ചെയ്യുന്നതാണ് ദൈവികം, ആത്മീകം. ബ്യൂട്ടി പാർലറുകളിൽ പോവുക. അങ്ങനെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ തികച്ചും ജഡികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. ആരാണ് പൊതുവെ അങ്ങനെയുള്ള ആളുകൾ? സ്ത്രീകളാണ്. ഞങ്ങളൊക്കെ വളരെ സൗന്ദര്യവതികളായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അവകാശപ്പെട്ട ഈ ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്? ഭർത്താവ്. ഭർത്താവിൻ്റെ അടുത്ത് കഴുത്ത് മുതലങ്ങ് പാദം വരെയുള്ള ഉടുപ്പ് ഇട്ട് നടക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സൗന്ദര്യം ആരെ കാണിക്കാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്? ഒരാൾക്ക് നമ്മുടെ സൗന്ദര്യം കാണുവാനായിട്ട് ഒരിക്കലും ഇടവരരുത്. നമ്മളുടെ ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും ഒരുക്കത്തെ സംബന്ധിച്ചാണെങ്കിലും ആരുടെയും ശ്രദ്ധ നാം പിടിച്ചു പറ്റാനായിട്ട് പാടില്ല. നമ്മെ ആരും അകാരണമായിട്ട് നോക്കാൻ, സഹോദരിമാരോടാണ്, അകാരണമായിട്ടോ അനാവശ്യമായിട്ടോ നമ്മെ നോക്കത്തക്ക രീതിയിലുള്ള യാതൊരു വക ആഭരണങ്ങളോ വസ്ത്രാലങ്കാരങ്ങളോ ഒരുക്കങ്ങളോ ഇല്ലാതിരിക്കുന്നതാണ് അനേകരെയും അവരുടെ നോട്ടത്തിലും ചിന്തയിലുമുള്ള പാപത്തിൽ നിന്നും കൂടെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് നാം മേടിക്കുന്നത്, ഡെയ്സി, ഞങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഡ്രസ്സ് മേടിച്ച് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ ഡെയ്സി കടയിൽ പോയി അവർക്കൊക്കെ ഡ്രസ്സ് മേടിച്ച് വെച്ച് പിന്നെ കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങിയിടുന്ന വെച്ച് പറയും, എന്നോട് പറയും, ഞാൻ 2 ഉടുപ്പ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആവശ്യമുണ്ട് എടുത്തോളാൻ പറയും. അവിടെ വെച്ചേക്ക് പോരും. ആവശ്യമില്ല. അതെനിക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു 3 പാൻറ്റുമായിട്ട് എനിക്ക് ജീവിക്കാമെങ്കിൽ, ഈ എല്ലായിടത്തും പോകേണ്ടിടത്തെല്ലാം പോവുകയും ജീവിക്കുകയും ചെയ്യാമെങ്കിൽ, എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ 2, 3, 4 ഇരട്ടി കാണുമായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറയുന്നിടത്ത് പിന്നെ ഡെയ്സി അതെടുക്കില്ല. എനിക്ക് ആവശ്യമുള്ളതിനപ്പുറം കണ്ടിഷ്ടപ്പെട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജഡികമാണ്. ആവശ്യമുണ്ടെങ്കിൽ നാം വാങ്ങിക്കുന്നത് ആത്മീയമാണ്. ബാബു സഹോദര പറയുന്നതൊക്കെ ശരിയാണോ? വിരോധമുണ്ടോ? ഞാൻ എപ്പോഴും ബാബു സഹോദരൻ വളരെ ആത്മീയ പരിജ്ഞാനവും പക്വതയും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ ബാബു സഹോദരനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. ശരി, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ വിഷയങ്ങൾ? നമ്മൾ ജോലി ചെയ്യുന്നത് ആത്മീയമാണോ ജഡികമാണോ? ആത്മീയമാണ്. അതെ. അത് ജഡികമാകാൻ കഴിയുമോ? ആകാൻ കഴിയും. അതെങ്ങനെയാണ് ജഡികമാകാൻ കഴിയുന്നത്? എനിക്ക് ജോലി ചെയ്ത് ഭയങ്കര, ഈ കഴിഞ്ഞ കാലത്ത് ഒരു 10-16 വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ ഇവിടെ പറഞ്ഞതായിട്ടൊരു കാര്യം ഓർക്കുമ്പോൾ ഞെട്ടലോട് കൂടിയാണ്. ഒരു വിശ്വാസിയുടെ മകനുമാണ് പോലും. ഒത്തിരി പണം ഉണ്ടാക്കണം, പണമാണ് ഏറ്റവും വലുത്, ഒത്തിരി പണം ഉണ്ടാക്കണം, എന്നിട്ട് ശരിക്കും അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കണം. പ്രിയമുള്ളവരെ, ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്, തട്ടിപ്പിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. പക്ഷേ അത് ജഡികമാണ്. എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാ? ഒരു കള്ളൻ എന്തിനാ അധ്വാനിക്കുന്നതിനെക്കുറിച്ച്, ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അധ്വാനിക്കുന്നതിനെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന് പറഞ്ഞേ? മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാനുണ്ടാകേണ്ടതിന്. ഇനി നീ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാനുണ്ടാകേണ്ടതിന് നിൻ്റെ കൈകൊണ്ട് നീ അധ്വാനിക്കണം. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കും മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാനും ഉണ്ടാകേണ്ടതിനാണ് എന്നാണ് വചനം പറയുന്നത്. മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാനുണ്ടാകേണ്ടതിന്. അപ്പം നാം അധ്വാനിക്കണം. അത് ഈ ലോകത്തിൽ നാം സമ്പന്നരാകുന്നതിന് വേണ്ടിയല്ല. എനിക്ക് ഒത്തിരി സമ്പത്തുണ്ടാകണം, എനിക്ക് അങ്ങനെ എല്ലാവരെയും മുകളിൽ വലിയ വീടുകളും വലിയ കാറുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ നാം അധ്വാനിക്കുമ്പോൾ അത് ജഡികമാണ്. എന്നാൽ
എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും ദൈവമക്കൾക്കും ഒക്കെയുള്ള ആവശ്യത്തിലേക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം എന്ന് പറയുമ്പോൾ അത് ആത്മീകമാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റുമുട്ടുന്നതായിട്ടുള്ള മേഖലകൾ? ജോലി, വിവാഹം, സൗന്ദര്യം, ഭവനം, ഇതൊക്കെ പറഞ്ഞു. ഇനി എന്തൊക്കെയാ? പാരമ്പര്യം. എന്ത് പാരമ്പര്യം എന്ന് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നു പാരമ്പര്യം. അത് വിവാഹത്തിനൊക്കെ നോക്കുമ്പോൾ നമ്മൾ പാരമ്പര്യം നോക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾക്ക് വാഹനം വാങ്ങിക്കുന്ന ആളുകളാണ്. ഞാൻ ഓർക്കുന്ന ഒരു 2 മാസം മുമ്പ് ജോയൽ, എൻ്റെ ഇളയ മകൻ, എന്നെ വിളിച്ചേച്ച് ഒരു കാർ മേടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യേ, അവൻ്റെ പഴയ കാറായിരുന്നു അവൻ നേരത്തെ വാങ്ങിച്ചത്, അത് ഇടയ്ക്കിടയ്ക്ക് കേടും പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ്. ഒരു കാർ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ കാറിൻ്റെ മോഡലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ്റെ ഒരു കാര്യം ചെയ്യേ, നീ ഞാൻ എൻ്റെ അപ്പനെടുത്തതായിട്ടുള്ള ഈ ഒരു സന്ദേശം ഒന്ന് കേട്ടിട്ട് നീ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അവൻ ആ സന്ദേശം കേട്ടിട്ട് ആ കാർ മേടിക്കേണ്ടതെന്ന് തീരുമാനിച്ച് അവൻ വേറൊരു കാർ വാങ്ങിച്ചു. കാറ് അതുപോലെയുള്ള മൂല്യം വർഷം തോറും കുറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള വസ്തുക്കൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, 1 കോടി രൂപ കൊടുത്ത് ഒരു ബെൻസ് കാറ് വാങ്ങിച്ചാൽ, ഇപ്പം എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്യുന്നൊരു ബിസിനസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഡൽഹിയിൽ നിന്ന് ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികൾ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുക. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഡൽഹിയിലൊരു നിയമം വന്നു, 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറ് ഡൽഹിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അല്ലേ ദീപു? ഉപയോഗിക്കാൻ പാടില്ല. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകൾ ഡൽഹി പട്ടണത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഭയങ്കര അന്തരീക്ഷ മലിനീകരണമാണ്. ഉടനെ തന്നെ ഇന്നോവ ക്രിസ്റ്റയൊക്കെ 6 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 35-40 ലക്ഷം രൂപ വിലയുള്ള വണ്ടി 10 വർഷം കഴിയുമ്പോൾ അവർ എത്രയ്ക്കാണ് വിറ്റൊഴിവാക്കിയെന്നറിയാമോ? 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും. ഈ കാറ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ അതൊന്ന് റെഡിയാക്കിയിട്ട് ഇവിടെ 10 ലക്ഷത്തിനും 11 ലക്ഷത്തിനും കൊടുക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. 1 കോടി രൂപ കൊടുത്തൊരു കാറ് മേടിച്ചാൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ആ സാധനം, അതിൻ്റെ വാല്യൂ എത്രയാ? ഇരുമ്പ് വില എന്ന് കൂട്ടിയാൽ മതി, ഇരുമ്പ് വില. അപ്പോൾ ഈ 15 വർഷം കൊണ്ട് അത് കേവലം ഒരു ബാങ്കിലിട്ടാൽ അത് എത്രയാവും? ബാങ്ക് പലിശ ഇട്ടാൽ എത്രയാവും എന്നറിയാമോ? ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം. അത് 1 കോടി ഇട്ട് കഴിഞ്ഞാൽ 4 കോടിയാവും. അപ്പം 4 കോടി ആവേണ്ടതായ ഒരു കാര്യം ഇരുമ്പിൻ്റെ വിലയിലേക്ക് താന്നുപോയി. അല്ല, 1 കോടിയുടെ കാറ് വേണ്ട, എനിക്ക് എൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യത്തിനൊരു കാറ് മതി, ബാക്കിയുള്ള പൈസ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നാം ചിലവാക്കിയാലോ? ഇന്നലെ നമ്മൾ പഠിച്ച വേദഭാഗത്ത് നമ്മൾ എന്താ പഠിച്ചേ? നിങ്ങളല്ലോ ഞങ്ങളുടെ സന്തോഷം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ മഹത്വവും ഞങ്ങളുടെ പ്രശംസാ കിരീടവും നിങ്ങളല്ലയോ? എന്തുകൊണ്ടാ? ദൈവമക്കളുടെ ജീവിതത്തിൽ അപ്പസ്തോലന്മാർ അവർ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയും. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. ഈ ലോകത്തിൽ എവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതെല്ലാം നശിച്ചു പോവുകയുള്ളൂ, അതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയുമില്ല. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് എന്താകും? നമുക്ക് പ്രശംസാ കിരീടമാകും, നമുക്ക് മഹത്വമാകും. മഹത്വമൊക്കെ കിട്ടണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമില്ലേ? മറ്റുള്ളവരൊക്കെ നമ്മളെ പ്രശംസിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ? പ്രശംസയും കിരീടവും, പ്രശംസ മാത്രമല്ല അതിനോട് ചേർന്ന് കിരീടവും കിട്ടും. ദൈവമക്കളുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാലെന്നാണ് വചനം പറയുന്നത്. അതാണ് നമ്മളുടെ ശാശ്വതമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഏർപ്പാടുകളും, ഈ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി നമ്മുടെ സഭയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ കയ്യിലുള്ള പൈസയുടെ പരിപൂർണ അധികാരം കർത്താവായ യേശു ക്രിസ്തുവിനാണ്. 10% അങ്ങ് കൊടുത്തിട്ട് ബാക്കി 90% ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കും എന്ന് ഒരാൾക്കും പറയുവാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ഒരാളുടെ കർത്താവ് ഒരിക്കലും യേശു ക്രിസ്തുവല്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ
എന്നാൽ നമുക്ക് അങ്ങനെ നശിച്ചു പോകാത്തതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുമ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഞാൻ 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെറ്റ് വാങ്ങിച്ചു. അന്നത് വാങ്ങിച്ചപ്പം ഇച്ചിരി വില കൂടുതലായിരുന്നു, പക്ഷെ വാങ്ങിച്ചു. ആ സെറ്റ് ഇന്നും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇരിക്കുന്നതായിട്ടുള്ളൊരു സെറ്റിയാണ്, നശിച്ചു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ദീർഘകാലം കേടുവരാത്ത കാര്യങ്ങളിൽ നാം വാങ്ങുമ്പോൾ അത് നല്ലത് വാങ്ങിക്കുക. വെറുതെ 10,000 രൂപ കൊടുത്ത് ഒരു മോശം സാധനം വാങ്ങിച്ച് 2 വർഷം കഴിയുമ്പോൾ എടുത്ത് കാട്ടിക്കളഞ്ഞ് വീണ്ടും 15,000 രൂപ മുടക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കുക. നമുക്ക് വിവേകം ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ എനിക്ക് ഒരു 2 വർഷം കൂടുമ്പോൾ എനിക്കിതെല്ലാം മാറി മേടിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് ജഡികമാണ്. എന്നാൽ എനിക്ക് നല്ലത് വാങ്ങിച്ച് ദീർഘകാലം ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് ആത്മീകമാണ്. പിന്നെ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം അല്ലേ? എല്ലാവരും തമ്മിൽ നമുക്കറിയാമല്ലോ. നമ്മുടെ സഭയിൽ അങ്ങനെ പ്രശ്നമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം സഹായിച്ച് ഇപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും കുഴപ്പമൊക്കെ വരും. കുഴപ്പം വരും എന്നുള്ളത് കൊണ്ടാണല്ലോ ദീർഘക്ഷമയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ, കുഴപ്പം വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ സഭയിൽ കുഴപ്പം ഉണ്ടാവില്ല എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കുഴപ്പമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുഴപ്പമുണ്ടായാൽ മാത്രമേ നമ്മളിൽ കൊള്ളാവുന്നവരാരാണെന്ന് മനസ്സിലാകുകയുള്ളൂ. നമ്മളുടെ ദീർഘക്ഷമ എവിടെ വരെ ഉണ്ട്, നമ്മളുടെ സ്നേഹം എവിടെ വരെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പം ഒരു പ്രശ്നമുണ്ടായാൽ ക്ഷമിക്കുന്നവൻ ആത്മീകൻ. ക്ഷമ ചോദിക്കുന്നവൻ ആത്മീകൻ. ആ സഹോദരൻ പരസ്യമായിട്ട് ക്ഷമ പറയാതെ ഇനി അദ്ദേഹവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറയുന്നവൻ ജഡികൻ. ഇതങ്ങനെയൊന്നും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവൻ ജഡികൻ. സഹിക്കുന്നവൻ ആരോപണങ്ങളും ദുരാരോപണങ്ങളും സഹിക്കുന്നവൻ ആത്മീകൻ. അത് ഉയർത്തുന്നവൻ ജഡികൻ. മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിച്ച് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവൻ ജഡികൻ. എനിക്ക് ആരുടെയും പ്രശംസ വേണ്ട, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദൈവം മാത്രമാണ് എന്നിൽ പ്രസാദിക്കേണ്ടത് എന്നൊരുവൻ ചിന്തിക്കുന്നുവെങ്കിൽ അവൻ ആത്മീകൻ. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം വ്യർത്ഥമായിട്ട് ചെലവാക്കുന്നയാൾ ജഡികൻ. അത് ദൈവവചനം പഠിക്കുന്നതിനും ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമായിട്ടും ഉപയോഗിക്കുന്ന ആളുകൾ ആത്മീകൻ. മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തന്നെ നല്ലവനായിട്ട് കാണിക്കേണ്ടതിന് വേണ്ടി നമ്മളിൽ ഇല്ലാത്തതായിട്ടുള്ള സ്വഭാവങ്ങൾ നാം അവതരിപ്പിക്കുമ്പോൾ നാം ജഡികൻ. നാം ആയിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ മനസ്സിലാക്കുകയും ആ ഒരു അവസ്ഥയിൽ, ആ മനോഭാവത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ആത്മീകൻ. നമ്മുടെ ശരീരത്തെ വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ നമ്മുടെ രുചിക്ക് അനുസരിച്ച് മേടിച്ച് തിന്ന് ശരീരത്തെ കളയുന്നവൻ ജഡികൻ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ന്യായമായ വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണം കഴിച്ച് അത് ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടുന്നതായിട്ടുള്ള വ്യായാമവും ഒക്കെ കൊടുത്ത് സൂക്ഷിക്കുന്നവൻ ആത്മീകൻ. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സോറി സഹോദര, ക്ഷമിക്കണം എന്ന് പറയുന്നവൻ ആത്മീകൻ. എന്നെ ഉപദേശിക്കാൻ നീ ആരാണ്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ എന്താണ് എന്ന് പറയുന്നവൻ ജഡികൻ. പിന്നെ എന്തൊക്കെയാ?
നമ്മുടെ സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ട്, കേട്ടിട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നത് എവിടുന്നാ? ജഡത്തിൽ നിന്നാണ് അല്ലേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. മിക്കവാറും ഈ കേട്ടിട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരു ദിവസമോ 2 ദിവസമോ കഴിയുമ്പം അത് വേണ്ടായിരുന്നു അല്ലേ, അത് മോശമായിപ്പോയി, വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നാം ജഡത്തെ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വരത്തിന് വേണ്ടി നാം കാത്തിരുന്നില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. അങ്ങനെ തെറ്റിപ്പറ്റിപ്പോയപ്പോൾ ചെന്ന് സഹോദരനോടോ സഹോദരിയോടോ, സഹോദര ഞാനപ്പോൾ പ്രതികരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത് ആത്മീകം, ന്യായീകരിക്കുന്നത് ജഡികം. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ദൈവകൽപ്പനകളിൽ വെള്ളം ചേർത്ത് പ്രസംഗിക്കുന്നതും ജഡത്തിൽ നിന്നാണ്. എന്നാൽ ദൈവകൽപ്പനകളെ ഒന്നും വിടാതെ പഠിപ്പിക്കുന്നവൻ ആത്മീകൻ. അങ്ങനെ മറ്റുള്ളവർക്ക് ദൈവം നൽകുന്നതായിട്ടുള്ള, കൊടുത്തിട്ടുള്ളതായിട്ടുള്ള കൃപാവരങ്ങളോ നൽകിയതായിട്ടുള്ള നന്മകളോ കാണുമ്പോൾ അതിൽ സന്തോഷിക്കാതെ അസൂയയുള്ളവൻ ജഡികൻ. അതിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവൻ ആത്മീകൻ. ആരാധനയിൽ നമുക്കിങ്ങനെ പറയാം, ആരാധന അല്ല എങ്കിൽ ദൈവവചന പ്രഘോഷണം ആന്തരികമായ ഒരു ആരാധനാ മനോഭാവമില്ലാതെ, നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ദൈവത്തോടുള്ള ഒരു ആരാധനാ മനോഭാവമില്ലാതെ കേവലം വാക്കുകൾ കൊണ്ടുള്ള ഒരു കസർത്താണെങ്കിൽ അത് ജഡികം. എന്നാൽ ആത്മീകമായിട്ടുള്ള മനോഭാവത്തോടു കൂടി എത്ര ലളിതമായ ഒരു കുഞ്ഞിൻ്റെ, ഒരു സംസാരിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള ഒരു കുഞ്ഞ് പറയുന്ന വാക്കുകൾ സ്ഫുടമല്ലാതെ പോലും ആ ഒരു നിലയിൽ പോലും പറയുന്നതായ, അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത്, അതും ആത്മീകമാണ്. അങ്ങനെ പറയണമെന്നല്ല, എന്നാൽ അങ്ങനെ പറയുന്നത് ആത്മീകമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ കവർ ചെയ്തെന്ന് തോന്നും അല്ലേ? ബാബുസ് വരാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒരുമാതിരിപ്പെട്ട എല്ലാം കവർ ചെയ്തു. അപ്പോൾ ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ചിന്തിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കണം. വിശ്വാസികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിൽ ഈ വെള്ളത്തിൽ മുങ്ങിവെച്ച് ധാരാളം ആളുകൾ ഞങ്ങൾ നിത്യതയിലേക്കാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നെവർ. അങ്ങനെ ഒരു വചനം ബൈബിളിൽ കാണിച്ചു തരാമോ? അങ്ങനെ ഒരു വചനമില്ല. ഒന്ന് മുങ്ങിയാൽ മതി, പിന്നെ എല്ലാം പെർഫെക്റ്റാണ് എന്ന് ചിന്തിച്ച് അങ്ങനെ ആളുകളെ പറ്റിച്ച്, ഒരിക്കൽ ബാബു സഹോദരൻ കഴിഞ്ഞ മാസം ദൈവജനത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. എന്താണ്? അന്ത്യകാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്തായിരുന്നു പഠിപ്പിച്ചേ? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? വഞ്ചനയുടെ കാലഘട്ടമായിരിക്കും. ഈ വഞ്ചന ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ക്രിസ്തീയ ലോകത്താണ്. ഈ പുസ്തകവും പിടിച്ചുകൊണ്ടാണ്, ഈ ബൈബിളും പിടിച്ചുകൊണ്ടാണ് ഇന്ന് ലോകത്തെ മുഴുവൻ പ്രഭാഷകരെന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ മനുഷ്യവർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ നിർമ്മലതയിൽ നിന്നുകൊണ്ട്, അത് എനിക്ക് തന്നെയും പല കാര്യങ്ങളിലും ഏൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, പറയാതിരിക്കുക. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കും. പ്രയോജനമുള്ളതെന്ന് മാത്രമല്ല, ഇതൊക്കെ ഗൗരവമായിട്ടുള്ള മരണകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പ്രയോജനമുള്ളത് മറച്ചു വയ്ക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പോലും അത് പഠിപ്പിക്കുകയും പറയുകയും അതനുസരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഓരോരുത്തരും, വേറെ ആരെയല്ല, നമ്മളെ ഓരോരുത്തരെയും നമ്മൾ കേട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളാണോ, നാം ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ആളാണോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഏവനും ദൈവമക്കളാകുന്നു. ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്ന് വെച്ചാൽ ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ശിക്ഷാവിധിയുണ്ടോ? ആദവും ഹവ്വയും ജഡത്തെ അനുസരിച്ചപ്പോൾ അവർക്ക് മരിക്കും നിശ്ചയമെന്ന് കർത്താവ് പറഞ്ഞു. അത് മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ടി വന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു കർത്താവായ യേശു ക്രിസ്തു വരേണ്ടി വന്നത് മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ്. ഇതൊന്നും മുൻകൂട്ടി ദൈവത്തിന് അറിയത്തില്ലായിരുന്നു എന്നുള്ള നിലയിലല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാടിയിൽപ്പെട്ടതാണ്. എന്നാൽ ആദവും ഹവ്വയും പാപം ചെയ്തു. ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങളിത് തിന്നുന്ന നാളിൽ മരിക്കും. ഈ തിന്നുന്നത് ജഡത്തിലൂടെയാണ്, നമ്മുടെ ശരീരത്തിലൂടെയാണെന്ന് നമുക്കറിയാമല്ലോ. ജഡമാണ് അവിടെ പാപകാരണമായി തീർന്നത്. വിശ്വാസികളായിട്ടുള്ള നമുക്കും ദൈവവചനം നൽകുന്ന മുന്നറിയിപ്പ്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ മുന്നറിയിപ്പാണ് റോമാലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. ആദം ദൈവത്തിൻ്റെ മകനായിരുന്നു. ദൈവത്തിൻ്റെ മകൻ ജഡത്തെ അനുസരിച്ചപ്പോൾ മരിച്ചു, ആത്മീകമായി മരിച്ചു, ദൈവത്തിൽ നിന്നകന്നു. വീണ്ടും ജനനത്തിലൂടെ നാം ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു, മക്കളായിത്തീരുന്നു. ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ മരണമില്ലായ്കയുണ്ടോ? ഇല്ല. വചനം വളരെ കൃത്യമായി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നാം ഈ പാപം എന്ന് വിളിക്കുന്നതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. എനിക്ക് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജഡത്തിൻ്റെ പ്രവൃത്തി ഒന്നേ ഉള്ളൂ എന്ന് പറയാനായിട്ട് കഴിയില്ല. ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഈ വക പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നതായിട്ടുള്ള ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണും. പക്ഷേ അതിലേറെ കാര്യങ്ങളും എന്താണ്? നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയോ നമ്മളുടെ ആന്തരിക അവസ്ഥയോ മറ്റാരും കാണാത്ത കാര്യങ്ങളോ ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതൊക്കെയാണ്? വീടി വലിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ? ഏതെങ്കിലും അന്യപുരുഷന്മാരെയോ സ്ത്രീകളുടെ പുറകെ പോയാൽ നമ്മൾ കണ്ടുപിടിക്കും. ആരെങ്കിലും കൊന്നാൽ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ എന്താ, അസൂയ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിനുള്ള ചിലതൊക്കെ ചിലപ്പോൾ ഒക്കെ വാക്കുകളിലൂടെയൊക്കെ പുറത്ത് വരുമെന്നുള്ളതാണ്. പക്ഷേ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് അത് ഉള്ളിൽ മറച്ചു വയ്ക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അത് പുറത്ത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ദുഷ്ചിന്ത കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ? അങ്ങനത്തെ അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ ഹൃദയത്തിലുള്ളതായിട്ടുള്ള പാപാവസ്ഥകളെക്കുറിച്ചാണ്, അല്ലാതെ ബാഹ്യമായിട്ടുള്ള നിലയിലുള്ളതല്ല. നമ്മളങ്ങനെ ഈ ചില ബാഹ്യമായിട്ട് കാണുന്ന കാര്യങ്ങളിലെ വെച്ചുകൊണ്ട് നമ്മെ തന്നെയും മറ്റുള്ളവരെയും വിലയിരുത്തി മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ഒരു പ്രവണതയാണ്, ഒരു ജീവിത രീതിയാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗ് കഴിച്ച് സാവധാനം സഹോദരൻ പറഞ്ഞതിൽ ഇന്ന ഭാഗങ്ങളിൽ ഒരു അപാകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവവചനത്തിൽ വളരെ ഏറെ പഠനവും പരിചയവുമുള്ള സഹോദരനാണ് നമ്മുടെ ബാബു സഹോദരനും ഒക്കെ. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ സ്വീകാര്യം ആണ്. അവരൊക്കെ ഈ രീതിയിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ ഒരു ചൊല്ലുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മളിവിടെ പ്രസംഗിക്കുന്നതായിട്ടുള്ള വചനം ഇന്ന് ഒത്തിരി ആളുകൾക്ക് കേൾക്കാൻ സാധിക്കാത്ത വചനമാണ്.
ഇപ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ 2 ചർച്ചുകളിൽ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ പറഞ്ഞതായിട്ടുള്ള ആ ഒരു കാര്യം, സഭ എന്താണ് എന്നാണ് ഞാൻ അവിടെ 2 സ്ഥലത്തും പ്രസംഗിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവരുടെ ഉള്ളിൽ വന്നതായിട്ടുള്ള മാനസാന്തരത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരു സഭയല്ല കർത്താവേ, ഞങ്ങളൊരു മതമായിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു സഭ എന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് അവർ വരുന്നത് കാണുവാനായിട്ട് ശ്രദ്ധിച്ചു. അതിന് ശേഷം അവരിൽ പലരും നേരിട്ടുമല്ലാതെയും പറഞ്ഞത് അവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആ ഒരു ക്ലാസ്സാണ് ഈ ദിവസങ്ങളിലെല്ലാം എന്നാണ്. എറണാകുളത്ത് നിന്ന് ചില പ്രിയപ്പെട്ടവർ നമ്മളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ നമ്മളുടെ ദൈവവചനത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച്, നാം പ്രസംഗിക്കുന്നതായിട്ടുള്ള കലർപ്പില്ലാതെ നാം പ്രസംഗിക്കുന്നതായിട്ടുള്ള ദൈവവചനത്തെക്കുറിച്ചുള്ള അവരുടെ താല്പര്യവും നമ്മളോടുള്ള സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഭയപ്പെടാറുണ്ട്, നമ്മളുടെ വിശ്വാസികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ആ വില, ആ മൂല്യം അത് മനസ്സിലാവാതെ പോകുന്നുണ്ടോ? അതായത് പറഞ്ഞ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മൾ എല്ലാ ദിവസവും ഇതങ്ങനെ കേൾക്കുമല്ലോ, എല്ലാ ദിവസവും കേൾക്കുന്നല്ലേ, വെള്ളിയാഴ്ച ഒഴികെ. അതിന് പകരം ഞായറാഴ്ച 2 ഉണ്ട്, 2 അല്ല 3 ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 8 ക്ലാസ് കേൾക്കുന്നതായിട്ടുള്ള നമുക്ക് ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു അല്ലേ? ഇനിയിപ്പം വേണമെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം അല്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ പഠിപ്പിക്കാൻ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകുവാനുള്ള കാലമായി എന്ന് പറയുന്നത് പോലെ ഇത് കേട്ട് 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 നാം എല്ലാവരും വേണമെങ്കിൽ ഇതിനേക്കാൾ മെച്ചമായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പ്രാഗൽഭ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, നാം ജഡത്തെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ആത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? നമുക്ക് എത്ര പഠിപ്പിക്കാൻ കഴിയും, എത്ര പ്രസംഗിക്കാൻ കഴിയും, ഇതൊന്നുമല്ല വിഷയം. ഒറ്റ വിഷയമുള്ളൂ. പുതിയ നിയമത്തിലെ എല്ലാ ഉപദേശങ്ങളെയും ഒറ്റ വാക്യത്തിൽ നമുക്ക് പറയാം. ഒന്നിലത് ഇങ്ങനെ പറയാം, ജഡത്തെ അനുസരിച്ച് ജീവിക്കരുത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കരുത്. നമുക്ക് മാനസാന്തരപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മേഖലകളില്ലേ? ഇല്ലേ സഹോദരന്മാരെ? ഉണ്ട്. നമുക്ക് ഒത്തിരി മേഖലകളുണ്ട്. നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവ് അങ്ങ് വരുമ്പോൾ ഞാനങ്ങ് പോയിക്കൊള്ളുമെന്നുള്ള വ്യർത്ഥമായ ഒരു താല്പര്യത്തോടെയോ വഞ്ചനാപരമായിട്ടുള്ളൊരു നിലപാടിലോ നാം ഒരിക്കലും തുടരാനായിട്ട് പാടില്ല. കർത്താവിൽ നാം ആയിരിക്കണമെങ്കിൽ കർത്താവിന് നമ്മെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിട്ടുള്ള ആത്മാവിൽ ഉള്ള നിയന്ത്രണവും നടത്തിപ്പും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. 2-3 പേർക്ക്, സഹോദരന്മാർക്കും സഹോദരിമാർക്കും നമ്മളുടെ പരാജയങ്ങളെയും വീഴ്ചകളെയും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.